കോട്ടൂളിയിലെ ഒരു മുത്തശ്ശിയാണ്. വയസ്സ് 68 യൂത്തന്മാരെ വെല്ലുന്ന തരത്തിൽ ഫിറ്റ്നസ് സെന്ററിൽ പ്രാക്ടീസ് ചെയ്യാണ് വിമല. ഷൂടാനൊന്നും അറിയില്ല മോനെ, മുട്ടുംകാലം മടങ്ങില്ലായിരുന്നു. ഇപ്പം പിന്നെ കാലിങ്ങനെ മടങ്ങി വരാൻ തുടങ്ങി, ഷൂ ഒക്കെ ഇടാൻ തുടങ്ങി. 5 മാസം കൊണ്ട് കുറച്ചത് 16 കിലോ ഭാരമാണ്. എഴുന്നേറ്റ് തുടങ്ങും അധ്വാനം. 4 വീടുകളിൽ ജോലിക്ക് പോകുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് അടുക്കളയിലേക്കുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം ആരോഗ്യത്തിനു വേണ്ടി വ്യായാമങ്ങളിലൂടെയും നിയന്ത്രിത ഭക്ഷണക്രമത്തിലൂടെയുമാണ് അമ്മ ഈ നേട്ടം കൈവരിച്ചത്. പ്രായം 68. വിമലാമ്മയുടെ മുന്നിൽ ഇതൊക്കെ ഒരു പ്രായമാണോ? എന്താ വൈബ്? കിഡലോസ്കി മുത്തശ്ശി ചെല്ലുമ്പോഴത് ഇതൊക്കെ നമ്മളെ ശരീരം 4 ദിവസം കിടക്കാതെ കണ്ടിട്ട് നല്ല വൈക്ക് പോവാൻ. ഭയങ്കര ആക്റ്റീവാണ് ആള്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് ഓരോരുത്തരും വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും ഭയങ്കര ഇൻസ്പിറേഷനാണ്. ആദ്യം ഇരുന്നിട്ടായിരുന്നു ഫസ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് പതിയെ ഒരു 7 days 10 days ഒക്കെ കഴിഞ്ഞ് നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് അങ്ങനെ പതിയെ വന്നതാണ്. 68 വയസ്സുകാരിയായിട്ടുള്ള വിമലാമ്മ കോട്ടൂളിയിലാണ് താമസം കേട്ടോ. ആളതേ ഒരുപാട് വീട്ടുപണിക്കൊക്കെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഓ മൈ ഗോഡ്, അതിഗംഭീരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഞെട്ടും. ശരിക്കും ഒരു ദിവസം പോലും മുടങ്ങാത്ത വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ വിമലാമ്മ. ആ വിമലാമ്മയാണ് ഇന്നത്തെ നമ്മുടെ എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്ന അവിടുത്തെ ഒരു ഫിറ്റ്നസ് ട്രെയിനർ കൂടിയാണ് കേട്ടോ, ബാദിഷ് പറയും വിമലാമ്മയെ കുറിച്ച്. എക്സാക്ട്ലി, ഇതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. നമ്മൾ ഇതേപോലെ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്യാമ്പുകൾ ചെയ്യാറുണ്ട്. നമുക്ക് ഒത്തിരി സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് ഏജഡ് ആയിട്ടുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാറുണ്ട്. അതേപോലെ വിമലാമ്മന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ചെറിയൊരു ക്യാമ്പ് ചെയ്തതാണ്. ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് ആള് ആ ഒരു സമയത്ത് തന്നെ നല്ല ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് പിറ്റേ ദിവസം തന്നെ വിളിച്ച സമയത്ത് സെന്ററിലെത്തി അവിടുന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ എക്സസൈസിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അതിന്റെ ഭക്ഷണ രീതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് തന്നെ ആള് വീണ്ടും പിറ്റേന്ന് തന്നെ സ്റ്റാർട്ടായി. ആ ഒരു ഡെഡിക്കേഷൻ ആണ് ശരിക്കും വരികയാണെങ്കിൽ. വ്യത്യസ്തമായ ഒരു ഡെഡിക്കേഷൻ. എത്ര ഏജിലുള്ള ആളുകൾ ഉണ്ടായിട്ടും ഇവര് മുന്നോട്ട് വന്നിട്ട് ഇതേപോലെ വേറെ കുറെ ആളുകളുണ്ട്, ഏജഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്. പക്ഷെ വിമലാമ്മന്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ്. ഭയങ്കര എനർജിയാണ്, ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. ഒരു ദിവസം പോലും സെന്റർ മുടക്കൂല. അങ്ങനെ വർക്ക്ഔട്ടിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന് പറയുന്ന